ഹായ് ഹലോ നമസ്കാരം പറയൂ. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താ സംഭവം? തിരച്ചിക്കറി. ഇവിടെ എന്നും സംഭവം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മുടെ ലിൻഷാദ് ഇന്നലെ നമുക്ക് തിരച്ചി ഉണ്ട്, നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ അത് കറി വയ്ക്കാം. രാത്രിയാണ് കൊണ്ടുവന്നത്. അത് കറി വയ്ക്കാൻ വേണം. കാക്കച്ച് തിരണ്ടി കഴിക്കൂല. കാരണം എനിക്കറിയത്തില്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ല, കഴിക്കേമില്ല. ഇന്ന് കഴിപ്പിച്ചിരിക്കുന്നു. ഞാന് പണ്ട് മുതലേ മീൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ മീൻ്റെ ആകൃതി ഉണ്ടല്ലോ, അതല്ലാത്ത ഒരു സാധനം കഴിച്ചിട്ടില്ല. പിന്നെ അല്ലാതെ കഴിച്ചിട്ടുള്ളത് ഞാൻ വാള മീൻ്റെ ആകൃതി അല്ല, പക്ഷേ വാള കഴിക്കും, വാള ഇഷ്ടമാണ്. പിന്നെ ഉള്ള അയല, ചൂര, ചാള, അതാണ് മീൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ. ഒരു ബേസിക് മീൻ്റെ ആകൃതി ഷേപ്പ് എന്ന് പറഞ്ഞാൽ അയല, പാര, ചൂര, ചാള അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ബേസിക് മീൻ്റെ ആകൃതി. ഈ ആകൃതി അല്ലാത്ത ഒരു മീനെന്ന് പറയുന്ന സംഭവങ്ങളൊന്നും കഴിക്കാറില്ല. കണവ, ഈ പറഞ്ഞ തിരച്ചി, കൊഞ്ച് കഴിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് തിരച്ച് കഴിക്കും. മീൻ്റെ അരി തിരച്ച് നിങ്ങൾ കണ്ടില്ല. ഞാനിപ്പോ നല്ലൊരു തീയൽ വെക്കാൻ പോവുകയാണ് തിരച്ചി. അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കും. കാക്കച്ചി ഇന്ന് കഴിക്കും. കാക്കച്ചി പാവയ്ക്ക തന്നെ ഈ ആഴ്ച മൊത്തം കൊന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ തിരച്ച് കൊടുത്താണ്. ശരിയാണ്. അപ്പോൾ എല്ലാവരും പറയൂ. അപ്പോൾ ലിൻഷാദ് ഇന്നലെ ഇട്ട വീഡിയോയാണ് ഞാൻ കൊണ്ടുവന്നപ്പോൾ എടുത്ത വീഡിയോ ഞാൻ ഇതിൽ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് തിരച്ചി. ലിൻഷാദ് കടപ്പുറത്ത് നിന്ന് പിടിച്ചപ്പോൾ ഇട്ട വീഡിയോയാണ് ഇത്. ഞാനാണെങ്കിൽ പറഞ്ഞ് നമ്മളെ വ്യൂവേഴ്സിനെല്ലാം ലിൻഷാദിനെ അറിയാം. ലിൻഷാദ് നമ്മളിന്ന് തിരച്ചി മീനാണ് വാങ്ങിക്കുന്നത്. തിരണ്ടി നമ്മൾ തിരച്ചി എന്നാണ് പറയുന്നത്. ലിൻഷാദ് വന്നപ്പോൾ രാത്രിയായി. കുറേ കാലമായി തിരച്ചി കഴിച്ചിട്ട്, കുറേ നാളായി. ലിൻഷാദ് ഇങ്ങനെ മുറിക്കുന്ന താമസിച്ച് പുള്ളിക്കാരായി. നമ്മൾ ലിൻഷാദിൻ്റെ നിന്ന് മാത്രമാണ് മീൻ വാങ്ങിക്കുന്നത്. 1 വർഷമായി ലിൻഷാദിൻ്റെ നിന്ന് മാത്രമേ മീൻ മേടിക്കുകയുള്ളൂ. ലിൻഷാദിനെ നിർത്തിക്കൊണ്ട് പറയല്ല, ഭയങ്കര സൂപ്പർ മീനാണ് കൊണ്ടുവരുന്നത്. ഓ 1 വർഷമൊക്കെ ആയി. അന്നൊന്നല്ല നമ്മൾ വേറെ മെനിഞ്ഞാന്നങ്ങാണ്ട് വരാതിരുന്ന ദിവസം ഈ പോയി ചാള വാങ്ങിക്കൊണ്ട് വന്നപ്പം അമ്മച്ചി പറയുന്നു, മീൻ വേണമെങ്കിൽ അവൻ കൊണ്ടുവരണം, ചെറുക്കൻ വരണം, നമ്മളെ ചെറുക്കൻ വരണമെന്ന്. നല്ല മീൻ കിട്ടാനേ ഇല്ല. ഇത് ചെയ്യുന്നത് നീ എപ്പോ പോവുകയാ വീട്ടിൽ? 80 കിലോയുള്ള തിരണ്ടിയുടെ ഒരു ഭാഗം 80 കിലോയുള്ള. ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൽ ചേർക്കും. പിടിച്ചിട്ടിരുന്ന വീഡിയോ ഇല്ലേ, അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. 450-500 രൂപയ്ക്കുള്ള ലിൻഷാദ് 380 അല്ലേ? 350. നമ്മളൊരു ചെറിയ അളവിലായി മേടിക്കുള്ളൂ. നമുക്കൊരു തീയലിന് നമുക്കിവിടെ 2 വരെ കഴിക്കും. 3/4 കിലോ ഉണ്ട്. ഓക്കെ താങ്ക് യു. പൈസയൊക്കെ നമ്മൾ ഗൂഗിൾ പേ ആണ്. പുള്ളിക്കാരൻ ഇനിയാണ് പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇടുന്നതാണ് നാളെ. എവിടെയാണ് വീട്? ഭരതന്നൂരാ? ഇനി തോനെ പോണ്ടേ കുട്ടി? ഇത്രേ ഉള്ളല്ലോ. 80 കിലോ എടുത്തേൽ പിന്നെ ഇത്രയല്ലേ ഉള്ളു. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് കൂടി പോകും. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നമ്മൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി എങ്ങനെ അത് വൃത്തിയാക്കാനുണ്ടോ? ഈ വീട്ടിൽ തിരച്ച് കഴിക്കുന്നത് നമ്മൾ 2 പേരും മാത്രമാണ്, ഞാനും ചേച്ചി. അപ്പോൾ നമ്മളിങ്ങനെ അതൊന്ന് തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ച് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിന് നന്നായിട്ട് കഴുകി കണ്ടിച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുകയാണ്.
ചൂടായപ്പോൾ നമ്മൾ സാധാരണ തീയൽ എന്താണ് നമ്മുടെ തിരച്ചി തീയലാണ് വയ്ക്കുന്നത്. കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇത് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു തീയലാണ്. ഈ തീയൽ ഭയങ്കര സൂപ്പറാണ്, തിരച്ചി തീയൽ വയ്ക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഞ്ചിയും വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് ചെറിയ ഉള്ളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 150 ഗ്രാമിൽ കൂടുതൽ ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 1/2 കിലോ തിരച്ചിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പൊരിച്ചതൊന്നുമില്ല. BP ഒക്കെ ഉള്ളത് കൊണ്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ അങ്ങ് എടുത്തു. എന്നിട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. പച്ചമുളകും അതൊക്കെ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരെയാണ് കേട്ടോ. നന്നായിട്ട് ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു. വലിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് മൂപ്പിക്കുകയാണ് കേട്ടോ. 2 പേർക്ക് വേണ്ടി മാത്രം വയ്ക്കുന്ന ഒരു കൂട്ടാൻ അതാണ് കേട്ടോ. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഈ തിരച്ചി കറിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല മീനാണല്ലോ അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങി വെച്ചിട്ട് അങ്ങനൊരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അമ്മ കറി വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം മല്ലിപ്പൊടി കൂടുതൽ വേണ്ടെങ്കിൽ കറിയില്ലേ എന്നൊക്കെ. പക്ഷേ നമ്മുടെ വീട്ടിൽ പണ്ട് മുതലുള്ളൊരു ശീലമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വയ്ക്കൽ. അത് ആ ശീലം തുടരുന്നു കേട്ടോ. നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ മാറ്റി ചെയ്യുമെങ്കിൽ അമ്മ ഇങ്ങനെ തന്നെയാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്ക് വരാറില്ല. പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുറത്തുനിന്ന് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാമായിരിക്കാം. നമുക്കിഷ്ടമാണ്, നമ്മൾ അങ്ങനെയാണ് വയ്ക്കുന്നത്. അങ്ങനെയും നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. തീയലിനായിട്ട് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി പുളിയൊക്കെ ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. മീൻ തീയൽ എന്നൊക്കെ പറയും, തിരച്ചി തീയൽ. അപ്പോൾ നമ്മുടെ തീയലിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇത് നല്ലൊരു വെറൈറ്റി കറിയാണ് കേട്ടോ. ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ചോറിനോ എല്ലാത്തിനും കൊള്ളാവുന്നൊരു കറിയാണ്. അപ്പോൾ തിരച്ച് കിട്ടുമ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്ത് നോക്കണേ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലരൊക്കെ വയ്ക്കുന്നത്, ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. തിരുവനന്തപുരത്തുകാർ വയ്ക്കുന്ന കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നൊരു ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചവരായിരിക്കും കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വയ്ക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, നമുക്കത് ഭയങ്കര ഇഷ്ടവുമാണ് കേട്ടോ. എന്നിട്ട് തിരച്ചി മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരച്ചിയൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായി. ഇവിടെ തിരച്ചി ആരും കഴിക്കാത്തത് കൊണ്ട് തന്നെ വാങ്ങിക്കാറുമില്ല. പിന്നെ ലിൻഷാദ് കൊണ്ടുവരാറില്ല. ലിൻഷാദ് കൊണ്ടുവരുന്നത് എന്നും നമുക്ക് ചൂര, ഇല, കൊഴിയാള, കണ്ണൻ കൊഴിയാള അങ്ങനെയൊക്കെയുള്ള മീനുകളാണ് കൊണ്ടുവരുന്നത്. ചെങ്കലവയൊക്കെ അപൂർവമാണ്. ചെങ്കലവയൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മീൻ. ചെങ്കലവ എന്ന് വെച്ചാൽ കിളിമീൻ കേട്ടോ. അങ്ങനെ നമ്മളുടെ തീയലിവിടെ റെഡിയായി ഇങ്ങനെ വറ്റി വരികയാണ് കേട്ടോ. ഒരു വലിയ സംഭവമായിട്ടൊന്നുമല്ല, ഒരു കറി വയ്ക്കുന്നത് കാണിക്കുന്നേ ഉള്ളൂ. തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങയുടെ പാലെടുത്ത് അത് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചെറിയ തീ വെച്ച് വറ്റിച്ചിങ്ങെടുക്കുമ്പം അതൊരു നല്ലൊരു കറിയായിട്ട് മാറും കേട്ടോ. ഇത് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് അങ്ങ് വരത്തില്ല. രാത്രിയാകുമ്പോൾ സെറ്റാകും കേട്ടോ. നമ്മൾ തലേദിവസം വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതേപോലെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കറി റെഡിയായി. ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നേരത്ത് ഇതേപോലെ നമ്മൾ ഇന്നലെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഇലയിൽ കോരി വെച്ച് ചട്ടിയിൽ അടച്ചിട്ടിട്ട് കഴിച്ച് നല്ല രസമാണ്. അങ്ങനെ ഞാൻ ചട്ടിയിൽ ഇങ്ങനെ എടുക്കാതെ പ്ലേറ്റിൽ വെച്ചിട്ട് ഇല വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കോരി വെച്ച് ചോറ് 1 മണിക്കൂർ വെച്ചിരുന്നു കേട്ടോ. കറിയൊക്കെ എടുത്ത് ഒഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ഇഷ്ടം മാങ്ങ കിട്ടി. ഷുഗറാണെന്നും പറഞ്ഞ് ഒന്നും കഴിക്കാനായിട്ട് എൻ്റെ ചേച്ചി സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് 2 വഴക്കൊക്കെ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചോറിന് കൂടുതലായിരുന്നു. ചോറ് ഞാൻ കുറച്ച് മാറ്റി ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. അവൾ ചൂടോടെ തിരച്ച് തീയലും നാരങ്ങ അച്ചാറും തോരനും പുളിശ്ശേരിയും കൂടെ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ വയ്ക്കുക, ചേർത്തിടിക്കുക കേട്ടോ. ഇതൊരു കൊച്ചു വീഡിയോയാണ്. ഇതേപോലെ തീയൽ ഇഷ്ടമുള്ളവർ വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. തെറ്റുകളുണ്ടെങ്കിൽ അത് പറയണം. വീഡിയോയിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അത് പറയണം. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വിമർശനങ്ങൾ സ്വീകരിക്കാനൊക്കെ തയ്യാറാണ്. നമ്മളുടേത് പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓരോരുത്തർക്കും അവരവരുടെ രുചികളാണ് ഇഷ്ടം എന്ന് തന്നെ എനിക്കറിയാം. ഓരോരുത്തർക്കും അവരവരുടെ വീടുകളിലെ രുചികൾ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വ്യത്യസ്തമായ ടേസ്റ്റുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ ചിക്കൻ കറിയൊക്കെ വറുത്ത് അങ്ങനെയൊക്കെ വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ചുവന്ന കളറിലെ ചിക്കൻ കറിയൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തീജ.